സന്തോഷപൂർവ്വം സ്വാഗതമുണ്ട്. ശരിക്ക് ഈ ഗ്രൂപ്പിലുള്ളവരാണ് എന്നോട് നന്ദി പറയേണ്ടത്. കാരണം ഇങ്ങനെയൊരു കൂട്ടായ്മ തുടങ്ങാൻ കാരണക്കാരൻ ഞാനാണ്. ഇങ്ങനെ ഒരാശയം ശ്രീ ജമാൽ സിറ്റിയോട് ഞാനാണ് ആദ്യം പറഞ്ഞത്. അന്ന് നമ്മൾ ഈ മുഹമ്മദ് റഫിയെ പറ്റിയുള്ള ഒരു ഫാൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ജമാൽ സിറ്റിയുടെ കാര്യങ്ങൾക്കെല്ലാം അറിയാം. കേട്ട ഉടൻ ആവേശത്തിൽ പലരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ഒരു അഭിപ്രായം വന്ന് നമ്മൾ മുഹമ്മദ് റഫി മാത്രം ഒതുക്കേണ്ട കുറച്ചുകൂടി വിശാലമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നുള്ളത്. അങ്ങനെയാണ് ഈ യുണീക്ക് മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായത്. ആ ക്ലബ്ബാണ് പേര് മാറ്റിയപ്പോൾ ആ ലൈവായി മാറിയത്. പിന്നെ ഈ സംഗീതത്തെപ്പറ്റി ഇരക്കുന്ന ബന്ധം എന്ന് വെച്ചാൽ ഞാൻ പാട്ടുകാരനല്ല, പക്ഷേ ഞാൻ പാട്ടിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമ പാട്ടിനെ പറ്റി പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഹിന്ദി സിനിമയെപ്പറ്റി 12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 7 പുസ്തകവും സിനിമ പാട്ടുകളെ പറ്റിയാണ്. 4 ഹിന്ദിയിലും 3 മലയാളത്തിലും. അപ്പോൾ ഇപ്പോൾ ഈ പുസ്തകങ്ങളിൽ പലതും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുമുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട് MA ക്ലാസ്സിൽ. ഇപ്പോൾ പുതുതായി ചെയ്യുന്നത് 1931 മുതൽ 2026 വരെയുള്ള ഹിന്ദി സിനിമാ പാട്ടുകളുടെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1931 ആദ്യത്തെ സിനിമ മുതൽ ആലം ആര മുതൽ 2026 അവസാനിക്കാൻ പോകുമ്പോൾ അതുവരെയുള്ള 96 വർഷത്തെ ഹിന്ദി സിനിമയിലെ ഏറ്റവും നല്ല പാട്ടുകൾ അത് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടത് പരാമർശം അറിയിക്കുന്നുള്ള കാരണസഹിതമാണ് എഴുതുന്നത്. ആ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഹിന്ദി പാട്ടിൽ മാത്രമാണ് താല്പര്യമെന്ന് വിചാരിക്കേണ്ട, തമിഴ് പാട്ടിലും താല്പര്യമുണ്ട്. കണ്ണൂർ ആകാശവാണി എല്ലാ ബുധനാഴ്ചയും രാത്രി പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നിശാ സുരഭി. അത് എത്ര ആൾ കേട്ടിരുന്നു എനിക്കറിയില്ല. അപ്പം നിശാ സുരഭിയിൽ ഹിന്ദി ഗാനങ്ങളും മലയാള ഗാനങ്ങളും ധാരാളം പ്രഗത്ഭർ അവതരിപ്പിച്ചു. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു തമിഴ് പാട്ട് അവതരിപ്പിക്കാൻ ആളെ കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച തമിഴ് പാട്ടുകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ആകാശവാണിയിൽ. 1958 ശിവാജി ഗണേശൻ്റെ പതിഭക്തി, MG രാമേന്ദ്രൻ നാടോടി മന്നം മുതൽ 2011 കോ എന്ന